കണ്ണൂരിലെ പൈതൽമലക്ക് സമീപത്തുള്ള തെരുവുമല അധികമാരും എത്തിപ്പെടാത്ത ട്രക്കിംഗ് നടത്താൻ പറ്റിയ ഒരു പ്രദേശമാണ്. ചെറിയ യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്ക് 2 ദിവസം കൊണ്ട് പോയി വരാൻ കഴിയുന്ന ഒരു പ്രദേശമാണ് തെരുവുമലയും സമീപ പ്രദേശങ്ങളും. ഇതാണ് നമ്മുടെ ഓണർ രാജേഷ്, തളിപ്പറമ്പ് സ്വദേശിയാണ്. ഇവിടെ ഇപ്പോൾ ഈ വീട്ടിൽ താമസിച്ച് ഈ റിസോർട്ട് ഇപ്പോൾ നടത്തുകയാണ്. റിവർ സ്റ്റോൺ വാലി എന്ന റിസോർട്ടിലാണ് ഒരു ദിവസം നമ്മൾ താമസിച്ചത്. കണ്ണൂർ ജില്ലയിലെ ആലക്കോടിൽ നിന്നും വളരെ അകലെയല്ലാതെ സ്ഥിതി ചെയ്യുന്ന വായിക്കമ്പ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. വളരെ ചെറിയൊരു റിസോർട്ടാണ്, പക്ഷേ വളരെ നീറ്റായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിനകത്തുള്ള ഒരു റൂം. ഇതാണ് നല്ല വൃത്തിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. റൂം നമുക്കൊന്ന് കാണാം. ഇതിൻ്റെ മുന്നിലൂടെ ഉപ്പമ്പുഴ ഒഴുകുന്നുണ്ട്. ഈ പുഴയുടെ അക്കരെ കർണാടക ബോർഡറാണെന്നാണ് പറഞ്ഞത്. ഉപ്പമ്പുഴയുടെ ഉത്ഭവം ഇവിടെ നിന്ന് ഏതാണ്ട് 10-12 കിലോമീറ്ററുകൾ മുകളിലായിട്ടാണ് വരിക. അവിടെ നിന്ന് ചെറിയ ചെറിയ അരുവികളായി വന്ന് ഇവിടെ എത്തുമ്പോഴേക്കും നല്ല പുഴയായിട്ട് മാറുന്നുണ്ട്. കുറച്ചുകൂടി മുമ്പോട്ട് പോയാൽ മറ്റൊരു പുഴ കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് കർണാടക വനത്തിൽ നിന്ന് വന്ന് ഇതിൻ്റെ കൂടെ യോജിക്കുന്നുണ്ട്. അതാണ് കുറച്ചങ്ങോട്ട് എത്തുമ്പോൾ വലിയ പുഴയായിട്ട് മാറുന്നത്. ഈ റോഡ് ഇവിടെ നിന്ന് 4 കിലോമീറ്റർ കൂടി കഴിഞ്ഞാൽ അവിടെ അവസാനിക്കുകയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ കൂർഗ് ബോർഡറാണ്. അതിനുശേഷം അങ്ങോട്ടേക്ക് വാഹനം പോവില്ല. ബോർഡറിന് ശേഷം പിന്നീട് നടന്നിട്ട് പോകാൻ മാത്രമേ അനുവാദമുള്ളൂ. വാഹനങ്ങൾക്ക് പ്രവേശനമില്ല. നേരെ മുന്നിൽ കാണുന്ന ഈ പ്രദേശങ്ങളെല്ലാം കർണാടക വനത്തിൻ്റെ ഭാഗമാണ്. അതുവഴി അപ്പുറത്തേക്ക് കടക്കാൻ മാർഗങ്ങളൊന്നുമില്ല. ഇവിടെ നിന്ന് പുഴയിലേക്ക് ഇറങ്ങാനുള്ള മാർഗമുണ്ട്. പക്ഷേ ഇന്ന് രാവിലെ മുതൽ കനത്ത മഴ പെയ്തത് മൂലം ഭയങ്കരമായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. വെള്ളത്തിന് ഭയങ്കര ഒഴുക്കുണ്ട്. അതുകൊണ്ട് ഇറങ്ങാൻ വേണ്ടി നിലവിൽ കഴിയില്ല. രാവിലെ വെള്ളം കുറയുകയാണെങ്കിൽ മാത്രമേ അങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടി സാധിക്കൂ. ആദ്യം എന്നാൽ അങ്ങോട്ട് നടന്നിട്ട് അങ്ങനെ ബിൽഡിംഗ് ഉണ്ടാക്കാനാ. ഈ വലിയ പാറക്കെട്ടിന് മുകളിലാണ് കുറച്ച് മരങ്ങൾ നിൽക്കുന്നത്. നോക്കണം അതിൻ്റെ വേര് എങ്ങനെയാണ് പിടിച്ചിരിക്കുന്നത് നോക്കാം. കാണുന്നത് പോലെ വളരെ മനോഹരമായി ആ വേരുകളിങ്ങനെ താഴോട്ട് ഇറങ്ങിയിട്ടാണുള്ളത്. വെള്ളത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്ന വേരുകൾ കാണാം.
ഭയങ്കരമായി വെള്ളം കയറിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവിടെ ഇറങ്ങി കുളിക്കുന്നതിന് വലിയ തടസ്സമുണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത്. ഈ പുഴയിലേക്ക് മറ്റൊരു കൈവഴിയായി ഒരു ചെറിയ പുഴ കർണാടക ബോർഡർ ഭാഗത്ത് നിന്നും വരുന്നത് കാണാം. അതുകൂടി ചേരുമ്പോൾ കുറച്ചുകൂടി വലിയ പുഴയായി ഇതിന് ശേഷം മാറുന്നുണ്ട്. ഇന്നലെ കനത്ത മഴ പെയ്ത് മൂലം നല്ല ഒഴുക്കുണ്ട് വെള്ളത്തിന്. പുഴയിലെ വെള്ളച്ചാട്ടത്തിലെ കുളിയെല്ലാം കഴിഞ്ഞാണ് നമ്മൾ തിരുവമലയിലേക്കുള്ള ട്രെക്കിങ്ങിനായിട്ട് പോയത്. കുറച്ച് ദൂരം വാഹനത്തിൽ പോയി അതിന് ശേഷമാണ് തിരുവമലയിലേക്കുള്ള ട്രെക്കിങ് തുടങ്ങുന്നത്. ഈ തെരുവമലക്ക് ചാത്തമംഗലം മലനിരകൾ എന്ന പേര് കൂടി ഉണ്ട്. സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് 2000 മുകൾ മീറ്റർ ഉയരത്തിലാണ് ഈ ചാത്തമംഗലം മലനിരകൾ തെരുവമല സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഈ തെരുവപ്പുല്ലുകൾ ഒരാൾ പൊക്കത്തിൽ പല സ്ഥലത്തും ഉയർന്നു നിൽക്കുന്നുണ്ട്. ദൂരെ നിന്ന് നോക്കുമ്പോൾ വളരെ ചെറിയ ഒരു പുല്ല് പോലെ കാണാമെങ്കിലും ഒരാളുടെ മുകളിലുള്ള ഹൈറ്റിലാണ് ഈ തെരുവപ്പുല്ലുകൾ നിൽക്കുന്നത്. തെരുവമല ഒരു ഭാഗത്ത് ഉയർന്നു നിൽക്കുന്നതിനാൽ ഇവിടെ നിന്ന് നോക്കിയാൽ 360 ഡിഗ്രിയിൽ കാഴ്ചകൾ കാണാൻ വേണ്ടി പറ്റും. ഒരു ഭാഗത്ത് മുഴുവൻ കൂർഗ് മലനിരകളാണെങ്കിൽ മറുഭാഗത്ത് കേരളത്തിൻ്റെ ഭാഗമായ ആലക്കോട് പരിസര പ്രദേശങ്ങൾ, അതുപോലെ മനോഹരമായ താഴ്വരകൾ എന്നിവ കാണാൻ വേണ്ടി പറ്റും. തിരുവമലയിലെ ട്രക്കിംഗ് കഴിഞ്ഞ് നമ്മൾ താഴോട്ടിറങ്ങിയാണ്.
ഇനി നമ്മൾ പോകുന്നത് ഉദയഗിരി പഞ്ചായത്തിലെ തന്നെ പച്ചത്തുരുത്തിലേക്കാണ്. ഇതാണ് ഉദയഗിരി പഞ്ചായത്തിലെ പച്ചത്തുരുത്ത് എന്ന അറിയപ്പെടുന്ന സ്ഥലം. ഇത് മുഴുവൻ മുളങ്കാടുകളാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ കുപ്പംപുഴയുടെ ഭാഗമാണ് ഇതിൻ്റെ എല്ലാ ഭാഗത്തും. ഇത് ഈ ഒരു ചെറിയ ഭാഗത്ത് ഇങ്ങനെ മുളങ്കാടുകളാണ്. അതിൻ്റെ ഇടയിലുള്ള ചെറിയൊരു തുരുത്താണിത്. പച്ചത്തുരുത്തിൽ വേസ്റ്റ് കുറേ വന്ന് അടിഞ്ഞിട്ടുണ്ട്. ഇത് ഈ മഴക്കാലം കഴിഞ്ഞാൽ ഇത് കെട്ടി സംരക്ഷിക്കുമെന്നാണ് പറയുന്നത്. ഇതുപോലെ പുഴയിലെ കല്ലുകൾ ഉപയോഗിച്ച് കെട്ടി സംരക്ഷിക്കും. പക്ഷെ ഇപ്പം മഴയത്ത് പലതും ഒലിച്ചു പോയതാണിത്. ഈ ഒരു സീസൺ കഴിഞ്ഞാൽ കെട്ടി സംരക്ഷിച്ച് കഴിഞ്ഞാൽ ചെറിയ വെള്ളം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ കുട്ടികൾ കളിക്കാനുള്ള നല്ല സൗകര്യപ്രദമാവും എന്നാണ് പറഞ്ഞത്. ഇവിടെയാണ് ഈ കെട്ടി നിർത്തിയ വെള്ളം ഇവിടെ നിന്നാണ് വീണ്ടും പുഴയിലേക്ക് പോകുന്നത്. ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം പോലെ ഇപ്പം രൂപം കൊണ്ടിട്ടുണ്ട്. ഒരു ദിവസത്തെ ചെറിയ ട്രിപ്പ് അവസാനിപ്പിച്ച് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. നമ്മളിവിടുന്ന് തിരിച്ചു പോവാണ്. റിവർ സ്റ്റോൺ വാലിയിൽ നിന്നും തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അതിനു മുമ്പ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ബോർഡർ വളരെ അടുത്താണ് എന്നുള്ളതുകൊണ്ട് ആ ബോർഡർ വരെ ഒന്ന് പോവുകയാണ്. അവസാനിക്കുകയാണ്. മക്കാടം ടാറിങ് വന്ന് ഇവിടെ പെട്ടെന്ന് ഒരു ചെക്ക് പോസ്റ്റ് വരെ ഇല്ല. പെട്ടെന്ന് തന്നെ അറിയാത്ത ആളുകൾ വന്നാൽ നേരെ പുഴയിലേക്ക് പോകും. ഇതാണ് ബോർഡർ. ഇതിനപ്പുറം കർണാടക ഫോറസ്റ്റാണിത്. ഈ തൂക്കുപാലം തുറന്നിട്ടുണ്ട്. ഈ തൂക്കുപാലത്തിലെ കൂടി അപ്പുറത്ത് കടക്കാൻ വേണ്ടി പറ്റും.